ഒരു കോഫി ഷോപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബിസിനസ് തുടങ്ങി, അത് പരാജയപ്പെട്ടു. അപ്പോൾ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് മാത്രം വെച്ചുകൊണ്ട് നമുക്കറിയാം ബിസിനസ് തുടങ്ങി പരാജയപ്പെട്ട ആളുകളെ ഈ ഒരു വേൾഡ് എങ്ങനെയാണ് കാണുന്നത് എന്നുള്ളത് നമുക്ക് നല്ലപോലെ അറിയാം. ഇതിന് ഫണ്ട് റേസ് ചെയ്യുക, അതുപോലെ ഇത്രയും കോമ്പറ്റീഷൻ ഉള്ള ഒരു മേഖല വേറെ ഇല്ല. ഈ ഒരു ബിസിനസ് ഐഡിയ ആയിട്ട് എത്തുമ്പോൾ അതിന്റെ ഫണ്ടിങ്, ബാക്കിയുള്ള റെഗുലേഷൻസ് കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? സത്യം പറഞ്ഞാൽ ഇതിലേക്ക് ഇറങ്ങുമ്പോൾ എൻ്റെ അടുത്ത് ആകെ ഒരു പ്ലാൻ എന്ന് വെച്ചാൽ ഒരു ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്യാം. ബാക്കി അതിന്റെ ബാക്കിലുള്ള പേപ്പർ വർക്ക്സോ അല്ലെങ്കിൽ ഫണ്ടിങ്ങോ ഒന്നും അന്ന് ഞാൻ ബോധ ചെയ്തിട്ടില്ല. ഞാൻ അതിനൊരു പ്രൊജക്ട് റിപ്പോർട്ട് ഉണ്ടാക്കി, ഇത്ര ഫണ്ടിങ് അതിന് വേണം, ഒരു PNL പോലെ ഒരു എക്സ്പെക്ടേഷൻസ് നമ്മൾ ഉണ്ടാക്കി. അത് എന്നെ ഹെൽപ്പ് ചെയ്ത കുറെ പേരുണ്ട് അതിന് വേണ്ടിയിട്ട്. നമ്മൾ ആളുടെ തമ്മിൽ ഇരുന്ന് സംസാരിച്ചു, അവരത് ഓക്കെ, അവർ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാണ്. പിന്നെ അവിടെ ആകെ വേണ്ടത് ഞാൻ അവിടെ 100% ഹാർഡ് വർക്ക് ചെയ്യുക അല്ലെങ്കിൽ വർക്ക് ചെയ്യാൻ തയ്യാറാവുന്നത്. അതിന് ഇന്ന് ഞാൻ തയ്യാറാണ്, ഇനി അങ്ങോട്ട് തയ്യാറാണെന്നുള്ളതാണ്. അവർ ആ എന്നിലുണ്ടായ വിശ്വാസം അല്ലെങ്കിൽ ആ ട്രസ്റ്റിനെ നശിപ്പിക്കുന്ന രീതിയിലൊന്നും ചെയ്തിട്ടില്ല. എല്ലാത്തിലും ഒരു ട്രാൻസ്പെറൻസി കീപ്പ് ചെയ്തു. നമ്മൾ മീറ്റിംഗ്സ് കൂടുമ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും, സ്വാഭാവികമായിട്ടുണ്ടാവും. അഭിപ്രായങ്ങൾ മെജോറിറ്റി അഭിപ്രായങ്ങൾ എടുത്ത് ചെയ്യാന്നുള്ളതാണ്.